ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വലിയ വീഡിയോ ആയിട്ടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ. പണ്ട് നമ്മൾ നിന്നിട്ട് നമ്മുടെ യോധാൻ്റെ വീഡിയോ തന്നെ കേട്ടോ, അൻവേട്ടൻ്റെ കൂടെ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിക്കോട്ടോ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ. ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഹെവി ലോഡായോ? നിങ്ങൾക്ക് ജലദോഷാ? പണി മറ്റേ വണ്ടിയുടെ പണി എങ്ങനെയാ? അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടായോണ്ട്. സാധനം ഏകദേശം കേറ്റ് ആയിട്ടാ. ആ സമയത്ത് ഞാൻ എത്തിയത്. ടയറുണ്ടോ? തളിപ്പറമ്പിൽ കൊണ്ടുവന്ന കേട്ടോ. ഫുൾ ലോഡായിട്ടാ. പക്ഷേ വെയിലാണല്ലോ. രാവിലെ തുടങ്ങിയാ? എത്ര മണിക്ക് വെച്ചേട്ടാ വണ്ടി എത്ര മണിക്ക് വെച്ചേ? രാവിലെ ആളപ്പഴേ ഇന്നലെ കുറേ ലോഡ് ഉണ്ടെന്നാ? ഇന്നലെ കമ്മാടിയായിരുന്നു, കട്ടയായിരുന്നു. ഓഫ് റോഡില്ല, ലോഡ് എടുത്ത് പോകുന്നത്. ചെറിയൊരു വീഡിയോ കേട്ടോ. കുറേ വീഡിയോ എടുത്ത് ആനുവേട്ടൻ വിളിച്ച് പോകുന്ന. നിങ്ങളെല്ലാം കാണുന്നതെല്ലാം കണ്ടിട്ട് നിങ്ങളെ കുറിച്ച് പറയുന്നേ. കാണുന്നതെല്ലാം നിങ്ങളെ കുറിച്ച് പറഞ്ഞേ, നിങ്ങൾ മാത്രമേ കാണത്തില്ല. നേരത്തെ തുടങ്ങിയാ പണി? വണ്ടി നേരത്തെ വന്നാ? ചെത്തുന്ന ഏടാ? അപ്പുറത്താ. അതൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലിട്ടാ പറഞ്ഞ രക്ഷപ്പെട്ടെ ഞാൻ. ആദ്യത്തെ എൻ്റെ വീഡിയോ എത്ര 7,000 കേടാലും. പക്ഷേ ആദ്യമായിട്ട് വണ്ടിയിൽ കണ്ടൻ്റ് ആക്കാൻ തോന്നിയത് ഈ ഒരു വണ്ടി നാട്ടാ. രണ്ടടിക്കേ കിട്ടും. ചീളി എന്ന് പറഞ്ഞാല് വണ്ണം ഉണ്ടെങ്കിലും കാതിലില്ലെങ്കിൽ ചീളി കൂട്ടാം. എന്നാലും കുഴപ്പമില്ല. ചീളി വാക്കിയാലോ മറ്റേ ഞായറുപോയിട്ട് കിട്ടുന്നുണ്ടെങ്കിലേ മോശമില്ല. തലവേദനയില്ല. നല്ല കുഴപ്പം.
അങ്ങനെ ലോഡെല്ലാം ആയിട്ടാ സെറ്റായി. ലോഡ് സെറ്റായി, വണ്ടി പോലെ ലോഡ് നോക്കി സംഭവം സെറ്റായിട്ടാ. ലോഡ് ആയിട്ട് ഫ്രണ്ടിൽ ലുക്കാട്ടത്, ഫ്രണ്ടിൽ ലുക്ക്. ഇത് ബാക്കിട്ടാ ഫുൾ ലോഡാക്കില്ല, ബാക്കില്ല ഫുള്ളായിട്ടില്ല, ഇല്ലാതായിട്ട് പോയത്. ആ പറയട്ടാ ഏതാടാ അവരില്ലാണോടാ? അറിയില്ലേ? ആണ്ട് ഞാൻ പോട്ടാ. അങ്ങനെ ഫുൾ ലോഡായി വണ്ടി പോലെ ആയിട്ടാ. ഓക്കെ, എനിക്കിപ്പോൾ മരം ചെത്തിയിട്ട് വെക്കുമ്പോൾ വില കൂടും. അപ്പോൾ ആ ചെത്തുന്ന ഒരു പണിയാണ് എനിക്ക് കാണിച്ചത് കേട്ടോ. ഇത് ചെത്തുന്ന പണിയെടുക്കുന്ന ഒരു ഏട്ടനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ വീഡിയോ ആണ് കേട്ടോ. എടുത്തു ഏട്ടന്മാരിൽ കഴിഞ്ഞ ലോഡിന് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഇവിടെ പറഞ്ഞേ കഴിഞ്ഞ ലോഡിൽ നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടാവും പറഞ്ഞേ. കഴിഞ്ഞാ വരട്ടെ? അല്ല വരട്ടെ ഞാൻ. ഏട്ടാ ഇതിന് ഒന്ന് പറഞ്ഞുതരാം. അമ്മ ഇത് ചെത്തുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം ഒന്ന്. ഈ മരത്തിൻ്റെ എങ്ങനെയല്ലേ? നമ്മളില്ലെങ്കിൽ നേരത്തെ കോടാലിക്കല്ലേ കൊത്തു. ഇപ്പൊ ഇത് എളുപ്പമായി, വാളുള്ളതുകൊണ്ട്, മിഷൻ വാളുള്ളതുകൊണ്ട് ഇത് കരയടിച്ചിട്ട് അടിച്ച് പൊട്ടിക്കും, സാറിന് പൊട്ടിക്കും. ഇപ്പൊ നമ്മൾ ഈ ചെത്തി കൊണ്ട് എന്താ മരം വെക്കുമ്പോൾ ഉപകാരം എന്തിയാ? അല്ല ഇത് നമ്മൾ ചെത്തിട്ട് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്തിയാ? എങ്ങനെ നമ്മളിപ്പോ ഇത് ചെത്തിട്ട് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വില കൂടുതൽ കിട്ടും. ചെത്ത കൊടുക്കുമ്പോ വില കുറയും, ചെത്തിട്ട് കൊടുക്കുമ്പോ അതിന്റെ വില കിട്ടും. വില കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പണിക്കൂലുണ്ടാവും? 1500 രൂപ ചെലവും കഴിഞ്ഞിട്ട് കിട്ടും അല്ലേ? നല്ല കഷ്ടപ്പാടുള്ള പണിയല്ലേ? കഷ്ടപ്പാടുള്ള പണി തന്നെ. ഇതിപ്പോ വരട്ടല്ലേ? അവിടെ ഇപ്പോൾ കൊത്തുന്ന കാണുന്നല്ലേ? ഞാൻ നോക്കട്ടെ. ഏട്ടൻ്റെ പേര് പറഞ്ഞോ? അല്ല പേര് പറഞ്ഞോ? ബാബു. നാളെ ഇടും സ്ഥലത്തിന് പേര് പറഞ്ഞോ? പറമ്പിലല്ലേ? നമ്മളെല്ലാം നാട് കേട്ടോ. നമ്മൾ കൊന്നക്കാട് ആ ഒരു ബേസിലിട്ട് നമ്മളെല്ലാം ജീവിക്കുന്നു. ആ ബേസിലാണ് നമ്മളെ നാട് മൊത്തം. ഇത് വണ്ടി ഇത് എണ്ണ ചെത്തി വെച്ച സാധനം കേട്ടോ. ഈ നിങ്ങൾക്ക് മറ്റേ ചെത്തുന്ന അനുസരിച്ച് ഒരു ദിവസത്തെ കൂലിയല്ല ഇത്? അല്ല ഈ മരത്തില അങ്ങനെ കൂലിക്കല്ലേ? 8 മണി തൊട്ട് 4:30 വരെ എടുക്കും. 4 മണിയാകുമ്പോൾ നിർത്തും. നമ്മൾ മടക്കുമ്പോൾ പോകും. മറ്റേ ഈ കൂലിക്ക് എത്തുന്ന കരാർ എടുക്കുന്ന ലാഭം ഏത് ലാഭം? കരാർ എടുക്കുന്ന ലാഭം അല്ലേ? കാവലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും. വെറുതെ പണി എടുക്കണ്ടല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ കുറെ ആൾക്കാരുണ്ട് ഇതിന് വേണ്ടി പണിയെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ റോഡിൽ പോയ വാടകയും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം കുറച്ച് പേരുണ്ട്. ഉണ്ടല്ലേ? മാലത്തും പറമ്പിലൊക്കെ ആയിട്ട്. നമ്മ വണ്ടിയിൽ പോകുമ്പോൾ ഇത് ചെത്തുന്നത് കാണില്ല. ഇതിന്റെ ഉപകാരം നമുക്ക് അറിയില്ലല്ലോ. ഈ ചേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ലൈലാൻഡിൻ്റെ ലോഡ് കയറ്റുമ്പോൾ ആ കയർ ഓടിക്കാൻ നിന്ന നമ്മളെ സ്വന്തം മരം പ്ലാവ് കേട്ടോ. പ്ലാവിൻ്റെ കാതിലേറ്റി
കൊടുക്കുന്നത്. ഇതാഞ്ഞിരിയാ? ഇതാഞ്ഞിരിയാ. ഏതെല്ലാം മരത്തിൻ്റെ കേട്ടോ കൊത്തല? അപ്പോൾ ഇത് എങ്ങനെ ഇത് ചെത്തി കൊടുക്കുന്നത്? വേറെ തരം മരം അങ്ങനെയെല്ലാം ഉണ്ടോ? ഓരോന്നിൻ്റെ ഓരോ വില അല്ലേ? ഇപ്പം ഇത് അഞ്ചലിനാ ഈ കൊത്തിച്ച്? ചേട്ടന് ഈ ഇങ്ങനത്തെ ചെത്ത പണിക്ക് ചെത്തുന്ന പണിക്ക് എത്ര പണ്ട് തൊട്ട് എങ്ങനെയാ? പണ്ട് തൊട്ട് പണി എടുക്കുന്നേ? ലോഡിങ്ങും എല്ലാം കൂടിയിട്ടല്ലേ? ഫുള്ള് കാങ്ങുന്ന കേട്ടോ. ഇതാരെ കാങ്ങു? ഇത് ഏറ്റവും ബുദ്ധിമുട്ടില്ലേ ചേട്ടാ അങ്ങനെ ചെത്താൻ വേണ്ടിയിട്ട്? ഏറ്റവും ബുദ്ധിമുട്ടില്ലേ മരം ഇത് ഇങ്ങനെ ചെത്താൻ വേണ്ടിയിട്ട് കൂടുതലും? ചില മരം പൊളിയും, ചില പൊളിയില്ല. പൊളിയില്ലല്ലേ? കഷ്ടപ്പാടന്നെ. പൊളിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ചിലതൊക്കെ പൊളിയും. ഇവിടെ ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം വെച്ച് നമുക്ക് പോയി കൊത്താൻ പറ്റും? മരത്തിൻ്റെ വലിപ്പം നിൽക്കുമല്ലേ? അങ്ങനെ ആഞ്ഞിൽ വരെ പെട്ടെന്ന് പൊട്ടൂലല്ലേ? ആഞ്ഞിൽ പൊട്ടൂല. പൊട്ടൽ വളരെ കുറവാണല്ലേ? ഈ സംഭവം ഇതും ഈ പ്ലാവല്ലേ? ഇതിങ്ങനെ ചെത്തി അതിൻ്റെ നമ്മളെ ആ കാതിലെടുക്കും കേട്ടോ. ആ കാതിലെടുത്തിട്ട് അതാണ് കച്ചവടത്തിന് നോക്കല്ലേ അല്ലേ? കച്ചവടക്കാരെ എടുക്കല്. ആ കച്ചവടം കൂവിക്കനുസരിച്ചല്ലേ വില? വില ഇങ്ങനെ ചെത്തി കൊടുത്തതിൻ്റെ ഉപകാരമാണ് മരത്തിന് വില കൂടുതൽ കിട്ടും. അത്രയല്ലോ. ചെത്ത എടുക്കും. അപ്പോൾ വില വില കുറയും. ഇന്നത്തെ ഈ പണിക്കാരുടെ എണ്ണം കുറവാണല്ലേ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ? കുറവാണ്. ഈ പണിനെ കുറിച്ച് എന്താ പറയല്ലേ? പറയാനെന്ത് തോന്നുന്നു? നിങ്ങൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്തെയില്ലേ? പിന്നെ കാരണവർ ഈ പണി തന്നെ പാരമ്പര്യം എടുക്കുന്നു. കാരണവർ പണിയൊക്കെ നിർത്തി. പണ്ടേ മരപ്പണി തന്നെ മൊത്തം? പണ്ട് സ്കൂൾ പഠിത്തം നിർത്തി. സ്കൂളിൽ കഴിഞ്ഞു പണി തന്നെ. 13 വയസ്സിൽ തുടങ്ങിയതാ മരപ്പണി. ഇതൊരു 10-25 വർഷമായി ചെത്തുപണി. ലോഡിന് പോകുന്നതിനേക്കാൾ ലാഭം ഇത് തന്നെയാ? ലോഡിന് പോയാൽ നമുക്ക് ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോവാം. ഇതാകുമ്പോൾ തീർന്നാലും അങ്ങനെ ചെത്തി അത് വൃത്തിയായി വരുന്നുണ്ട്. ഏകദേശമായി വരലായി. ഒരുപാട് കാലമായി പണിയെടുക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങനത്തെ പണി കൂലിപ്പണി തന്നെയല്ലേ? എൻ്റെ അപ്പന് തന്നെ അങ്ങനെ എല്ലാവരും കഷ്ടപ്പാട് തന്നെ. കൂലിപ്പണി എല്ലാവരും എല്ലാവരും കൂലിപ്പണി തന്നെ. കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടോ? എല്ലാവരും കൂലിപ്പണിക്ക് തന്നെ പോകുന്നു. എൻ്റെ അച്ഛൻ ടാപ്പിങ്ങിന് പണിക്കാണ്. ടാപ്പിങ്ങിന് പണി പണ്ടേ. പിന്നെ കൂലിപ്പണിക്ക് പോകും. എൻ്റെ അച്ഛൻ മരം പണിയായിരുന്നു. കച്ചവടം ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അത് കഴിഞ്ഞ്
കൃഷിപ്പണി തുടങ്ങി, വാഴ കൃഷി അങ്ങനത്തെ. എന്നിട്ടും ക്ലച്ചില്ല. ഇല്ല, നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ പണിയൊക്കെ നിർത്തി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. എല്ലാത്തിനും ഭാഗ്യമുണ്ട്. അതെ, ചിലവര് പെട്ടെന്ന് രക്ഷപ്പെടും, ചിലവര് എന്ത് കാണിച്ചു രക്ഷപ്പെടും. നമ്മളൊക്കെ രക്ഷപ്പെടണം, പണ്ടേ രക്ഷപ്പെട്ടാനെ. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് രക്ഷപ്പെടാത്ത. ഈ ലോട്ടറി എടുപ്പും ലോട്ടറി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലേ ഇപ്പോൾ. അതെ, ഭയങ്കര പ്രതീക്ഷയല്ലേ, അടിച്ചാൽ രക്ഷപ്പെട്ടില്ലേ പിന്നെ ഈ പണിക്ക് അത് തന്നെ എല്ലാവരും. കുഞ്ചു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അവിടെ ചെത്തായിരുന്നു 4000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നു. അങ്ങനത്തെ ഒരു കിട്ടിയില്ലെന്ന് എന്നോട് രാവിലെ പറഞ്ഞു. ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ പണി എടുക്കുന്ന പൈസ അല്ലേ, അതെ, ഇപ്പൊ കിട്ടുന്ന പറഞ്ഞാൽ എടുക്കുന്നേ, എന്നാലും എടുക്കും. ഇപ്പൊ മറ്റേ കുപ്പിവെള്ളത്തിനേക്കാളും ഭ്രാന്ത് ഇപ്പൊ ലോട്ടറി അല്ലേ. ലോട്ടറി ഞാനൊരു 30 വർഷമായി ഈ ലോട്ടറി എടുക്കാൻ തുടങ്ങി. ഇന്ന് വരെ ഒരു 5000 കൂടുതൽ ലോട്ടറി അടിച്ചിട്ടില്ല. എത്ര രൂപ എടുത്തിട്ടുണ്ടോ? അത് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ബോധം കിട്ടുക, അതുകൊണ്ട് പറയുന്നില്ല. അന്നെങ്കിൽ നമ്മളിപ്പോൾ പണിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ആ പൈസ വേറെ എവിടെയെങ്കിലും ഈ പണിയെടുക്കും, ലോട്ടറി വാങ്ങും. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞാലും എടുക്കുന്നേ, നമ്മൾ എടുക്കുന്നു. പക്ഷെ കിട്ടുന്നുണ്ടേ, കിട്ടണ്ടേത് സങ്കടമില്ല, എന്നെയും കിട്ടുമായി. അങ്ങനെ ഏകദേശം തീരാനായി അല്ലേ? ഏകദേശം തീരാനായി, ആയില്ല, എന്നാലും കുറച്ച് സമയം കൂടെ എടുക്കും. ഒരുപാട് തന്നെ മുറിക്കാനും ലോഡ് കയറ്റാനും മുറിക്കാൻ എല്ലാവരും പോലെ കേട്ടോ. ഞാനും പണിക്ക് പോകാൻ തന്നെ, ഞാൻ ഈ പണിക്ക് എല്ലാത്തിനും പോകാൻ തന്നെ. പണിയെടുത്താലേ പൈസ ഉണ്ടാവും, ഈ പൈസ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. എല്ലാം ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വീടാ കുറ്റി തന്നെയാ? നമ്മൾ മരത്തിനെ കൊല്ലുന്നൊരു പണിയെടുക്കുന്നു. ജീവിച്ചിരിക്കുന്ന മരത്തിനെ നമ്മൾ കൊല്ലുക, അതിനെ തീർത്തിട്ടാണ് ഇത് ചെത്തുന്നത്. ശാപം അത്. നമ്മൾ മരം മുറിക്കുന്നില്ല. ഞാൻ മരം മുറിക്ക് പോക്ക് വളരെ കുറവാണ്. ഞാൻ മരം മുറിക്കൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. അതിനെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് കൊന്നു താഴെ ഇടുകയല്ലേ. ജീവിക്കണ്ടേ? അതെ, ജീവിക്കാൻ വേണ്ടി പണി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റിയല്ലോ, നമ്മൾ പഠിച്ച തൊഴിലാളി. ശരിയാണ്. അങ്ങനെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ചെത്തിരി നമ്മ കറക്റ്റാ കാതലിൻ്റെ സൈഡ് ആക്കണം അല്ലേ? വെള്ള കളയണം അല്ലേ? മഞ്ഞ കളറിൽ വരണം അല്ലേ? ഇപ്പോൾ ഇത് ചെത്താവണിയിൽ ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാ കണ്ടാ സാധനടാ. ഇതാ ഇങ്ങനെ ഉണ്ടായ മരത്തിനെ ഇതാ ഇങ്ങനെ ആക്കിയാണ്ട ചെത്തിട്ട് വേണ്ട ഇങ്ങനെ ആക്കി. ഈ ബാക്കി വരുന്ന സാധനം ആവശ്യക്കാരെ എടുത്തിട്ട് പോകല്ലേ വിറക് കത്തിക്കാനുള്ള ആവശ്യത്തിന് അല്ലേ? ഈ ബാക്കി സാധനം വിറക് കത്തിക്കുന്നതിന് ആവശ്യത്തിന് കൊണ്ടുപോകട്ടാ. ഇതാണ് പണി. നല്ല സാധനമാണ്. അങ്ങനെ അടുത്ത മരം കൂടി ഏട്ടൻ എടുക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ ആയി കണ്ട. ഒരു അരമണിക്കൂറോളം ഒരു മരത്തിന് വേണം എന്തായാലും. ഞാൻ പോകട്ടാ.
താങ്ക്സ്. നമ്മുടെ മൂപ്പൻ നമ്മൾ പോകട്ടാ. ആയി ആയിരുന്നല്ലേ, ശരി. അപ്പോൾ ഇന്ന് ഇത്രയില്ല കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.